നമുക്കൊന്ന് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ, ഗ്രേവിയോട് കൂടിയുള്ള. അതിനുവേണ്ടി 1 കിലോ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് പെരുംജീരകം പൊടിച്ചതും പകുതി നാരങ്ങയുടെ നീരും ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കുഴച്ച് അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷം ഇത് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കണം. ഒരു പാനിലേക്ക് 7-8 വറ്റൽമുളകും 10-15 കാഷ്നട്ടും കൂടെ ഇട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. ഇനി സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 3 മീഡിയം തക്കാളി ഇട്ട് നന്നായിട്ട് വേവിച്ച് വെന്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കാഷ്നട്ടും വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് പേസ്റ്റാക്കി വെക്കുക. സെയിം പാനിലേക്ക് തന്നെ വീണ്ടും ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ് ഇതെല്ലാം കൂടെ ഇട്ട് പെരുംജീരകവും ചെറിയ ജീരകവും കൂടെ എല്ലാം കൂടെ ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു 3 മീഡിയം സവാളയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു ബ്രൗൺ നിറമാവുന്നവരെ വേവിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും 1.5 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല 1 ടീസ്പൂൺ കുരുമുളക് പൊടി 1 ടീസ്പൂൺ മീറ്റ് മസാല ഇതും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പേസ്റ്റ് ഇതിലേക്കിട്ട് ഇളക്കി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അത് നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ ഇതിലേക്കിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വേവിക്കുക. അപ്പോൾ ആ ഗ്രേവിയെല്ലാം കുറുകി വരും. ഈ സമയം നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇതിന് മുകളിൽ വിതറി അടച്ച് തണുത്തതിന് ശേഷം ഉപയോഗിച്ച് നല്ല ഗ്രേവിയോട് കൂടി ഉള്ള ഒരു ചിക്കൻ റോസ്റ്റ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.